ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദേവുട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നത്, കാരണം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്, എൻ്റെ ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനും കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് ഭയങ്കര സന്തോഷം. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് 25 മെയ് 2026 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് 26-ാം തീയതിയാണ്. എൻ്റെ ബർത്ത്ഡേ ഐ തിങ്ക് ഞായറാഴ്ചയോ അതോ തിങ്കളാഴ്ചയോ ആയിരുന്നു. തിങ്കളാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്, അതായത് 26. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മൺഡേ ആയിരുന്നു കേട്ടോ, സോറി, എൻ്റെ ബർത്ത്ഡേ മൺഡേ ആയിരുന്നു. അപ്പോൾ ഞാനിന്ന് ട്യൂസ്ഡേ ഞാനിന്ന് വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ടില്ല. അപ്പോൾ അത് കുളിക്കണം. അതിന് മുമ്പ് തലയിൽ ഒരു കറ്റാർ വാഴയോ അങ്ങനെ എന്താ ആ സ്ഥലത്തിൻ്റെ എന്തോ ഒരു ഇത് തലയിൽ തേക്കാനുണ്ട്. അപ്പോൾ അത് തേക്കാൻ വേണ്ടിയിട്ട്, കറ്റാർ വാഴ പറിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ മാങ്ങ പറിക്കാനുണ്ട് അവിടെ. അപ്പം ഞാൻ പോയിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യട്ടെ. പിന്നെ ഇന്ന് കുറച്ച് പരിപാടികൾ കൂടുതലാണ്, അതായത് മീൻസ് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പഠിക്കാൻ വരുന്നുണ്ട്. വെക്കേഷൻ എനിക്ക് പഠിക്കാനുണ്ട്, ഒരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, അമ്മ മാങ്ങ പറിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു മാങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മളെ മുറ്റത്ത് തന്നെയുള്ള മാങ്ങാണ്. കടയിലൊക്കെ കിട്ടുന്ന ഒരു മാങ്ങയുടെ ആ ഒരു രൂപമാണ് ഇതിന്. കടയിൽ ഇങ്ങനെ വെച്ചിങ്ങനെ കാണുമ്പോൾ നമ്മൾ കരുതും ഇത് കേടാണ്, അല്ലെങ്കിൽ ഇത് പഴുത്തത് എന്തെങ്കിലും മരുന്ന് കുത്തിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കരുതും. പക്ഷേ ഇത് അങ്ങനെയല്ല ഐസ്. പാകത്തിന് പൊളി, പാകത്തിന് മധുരം. അപ്പോൾ അമ്മ അവിടെ തല തേക്കാനുള്ള ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയാണ്. ബാക്കിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ലൈറ്റ് കൂടുതലായിരിക്കും. ഞാൻ ആ മാങ്ങ ഫുള്ള് കഴിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ അമ്മ ഇവിടെ ഈ ഒരു സാധനം തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തലയിൽ തേച്ചിട്ട് കാണാം. പിന്നെ ഞാൻ ഇതിൻ്റെ റിസൾട്ടും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് തലയിൽ തേച്ചിട്ട് എനിക്ക് അതായത് തലയിൽ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനോ അങ്ങനെ എന്തൊക്കെയാണിത്. മുടി കൊഴിച്ചിലൊന്നും ഇല്ല, മുടി വളരാൻ, മുടി കൊഴിച്ചിൽ നിൽക്കാൻ, അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് തലയിൽ തേച്ചിട്ട് കാണാം. ആ സാധനം ഞാൻ തേച്ചു, അതായത് അമ്മ അരച്ച ആ ഒരു സാധനം ഞാൻ തേച്ചു. ഇനി ഞാൻ പോയി തല കഴുകി കുളിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനിതാ തല കഴുകി കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ഒരു സാധനം മുഖത്ത് പരട്ടണം. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു, അതായത് മുഖത്ത് എപ്പോഴും പരട്ടണ ഒരു സാധനമാണ്. അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. ഞാൻ എപ്പോഴും വിളക്കത്തിക്കുമ്പോൾ തല നനയ്ക്കാറില്ല കേട്ടോ. ചിക്കനും മീനും തിന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ തല നനച്ച് കുളിക്കാറുള്ളൂ. രാവിലെ തല നനയ്ക്കും, വൈകുന്നേരം വിളക്കത്തിക്കുമ്പോൾ തല നനയ്ക്കില്ല. അങ്ങനെ അത് ഞാൻ പറഞ്ഞ ഒരു സാധനം ഇതാണ് ഗൈസ്. വാസ്ലിൻ്റെ ഗ്ലൂട്ടായ ഹെൽത്തി ബ്രൈറ്റ് ടീം അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ക്രീമാണ് ഇത്. ഉണ്ടോ ഇത് സാധനത്തിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മളെ സ്കിന്നിന് ഇത് വയ്ക്കും. പിന്നെ വെള്ളം എടുത്ത് ഒഴിച്ചാലാണ് ഇരിക്കുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ
രാവിലെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ വിളക്കത്തിക്കാൻ ഇങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ക്രീം നമ്മൾ കഴുത്തിൽ തേക്കാൻ പാടില്ല. കഴുത്തിലിങ്ങനെ എന്തോ ഒരു പൊടി ഇരിക്കും, കഴുത്തിലൊന്നും തേക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇനി പോയിട്ട് എനിക്ക് വിളക്ക് കത്തിക്കണം. അതിന് മുമ്പ് ഒരു ചെറിയ പൊട്ടും കൂടെ തൊട്ട് കൊടുക്കാം. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുവാണ്, പിന്നെ എനിക്ക് പൊട്ട് എപ്പോഴും തൊടാൻ ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞ് വാലും കൂടെ നല്ല മണമുണ്ട് കേട്ടോ ഈ സാധനത്തിന്. അതുപോലെ തന്നെ നല്ല എന്തോ ഒരടിപൊളി മണം വരുന്നുണ്ട് അടുക്കളയിൽ നിന്ന്. നമ്മളെ അമ്മ മാങ്ങയും കൊണ്ട് അട ഉണ്ടാക്കുകയാണ്. അട തന്നെയാണ് അട ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഗൈസ് വാവ വന്നു. പോയിട്ട് വിളക്ക് എത്തിച്ചിട്ട് സൗണ്ടിന് ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ പോയി വിളക്ക് എത്തിക്കട്ടെ. അങ്ങനെ വിളക്ക് വെക്കാനല്ല, പൂവും വെള്ളം എടുത്തിട്ട് ഞാൻ വേഗം തന്നെ വിളക്കെത്തിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പുഴുവിനെയും കണ്ടു. ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇനിയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഹിന്ദി പഠിക്കണം, അതുപോലെ തന്നെ ഉപ്പുമുളകും കാണണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതിന് മുമ്പ് തലയൊന്നും നല്ലോണം തോർത്തണം. ഞാൻ കുളിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് തോർത്ത് കെട്ടിയിട്ട് വന്നതാണ്. തലയൊന്ന് തോർത്തണം, കുറച്ച് നനവുണ്ട്. അപ്പോൾ തലയൊക്കെ ഒന്ന് തോർത്തണം. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ഇടുക, അടുത്തതായിട്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ആദ്യത്തെ 2 വീഡിയോയിലും. അപ്പോൾ ഈ വീഡിയോ തൊട്ട് ഞാൻ കമൻറ്റ് ഓൺ ആക്കിയിട്ടായിരിക്കും ഇടുന്നത്. മുമ്പത്തെ 2 വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഈ വീഡിയോൻ്റെ താഴെ അടുത്ത എന്ത് വീഡിയോ എന്ന് കമൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത ഏത് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ആ 2 വീഡിയോയ്ക്ക് 36 വ്യൂസോ 24 വ്യൂസോ അങ്ങനെ എന്തോ ഉണ്ട്, ഈവനിങ് വ്ളോഗിനും അതുപോലെ തന്നെ റൂം ടൂറിനും. അപ്പോൾ അടുത്ത എന്ത് ചെയ്യാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കരുതി ഇത്രയും വ്യൂസ് ഉണ്ടായിട്ട് എന്താ കമൻറ്റ് ഇടാത്തേ കരുതി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കമൻറ്റ് ഓഫാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ എന്തെങ്കിലും ആണോ കരുതിയിട്ട് ഞാൻ പോയിട്ട് വേറെ ഫോണിൽ നിന്ന് നോക്കി. അപ്പോൾ ആ ഫോണിൽ കമൻറ്റ് ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് അത് കമൻറ്റ് ഓണാക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ ഓണാക്കിയിടാന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ മുതൽ ഞാൻ കമൻറ്റ് ഓണാക്കിയിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാൻ തല തുറക്കുന്നതിന് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെതായ സ്റ്റെപ്പ് ഉണ്ട് അതിനൊക്കെ. ഫസ്റ്റ് ഇതേവരെ തുറത്തും, അതിനുശേഷം കുനിച്ചിട്ടിട്ട് തുമ്പൊന്ന് തുറത്തും. ഇതേപോലെ കുനിച്ചിട്ടിട്ട് ഇങ്ങനെ തുമ്പ് തോർത്തു. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ നിർത്തി തെറ്റിപ്പോയി ഇനി തോർത്ത്. അപ്പം നമ്മളെ മുടിയത്തെ വെള്ളമൊക്കെ വേഗം പൊയ്ക്കോളും. അതിന് ശേഷം ഇനി കെട്ടി വെക്കാം. എനിക്ക് മുടി കുളിച്ച് കഴിഞ്ഞ് അഴിച്ചിടുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഉടുപ്പിലൊക്കെ വെള്ളമാകും. ഇങ്ങനെ തോർത്തി കഴിഞ്ഞാൽ വെള്ളമാവുന്നത് കുറവാണ്. പക്ഷെ തുമ്പ് ഇങ്ങനെ തോർത്തുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ വരും വെള്ളം. പിന്നെ അതേപോലെ കെട്ടി വെക്കും. കെട്ടി ശരിയായത് ഞാൻ അമ്മ വീട്ടിൽ നിന്ന് അമ്മമ്മ എനിക്ക് വേണ്ടി വാങ്ങി വെച്ച തോർത്താണ്. അപ്പം ഞാൻ അമ്മ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നതാണ്. ചെറിയ വീതി കുറഞ്ഞ തോർത്താണ്. കണ്ടോ, ഇതേപോലെ വീതി കുറഞ്ഞ തോർത്താണ്. എൻ്റെ മുടി പുറത്താണ് അതിൻ്റെ തോർത്തിൻ്റെ കാരണം തോർത്തിന് വെള്ളം കുറവാണ്. അമ്മ അടുക്കളയിൽ എന്തോ ഒരു അട എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. പിന്നെ ഗ്രൂപ്പിൽ, അതായത് 6th Cയിലാണ് ഞാൻ ഇനി പഠിക്കാവുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. അതിന് മുമ്പ് ഞാനിതാ കാണിച്ചു തരാം. മുറ്റത്തുള്ള ആ ഒരു മാവ് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
പകുതി മുക്കാൽ മാങ്ങ പറിച്ചു. നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. പകുതി മുക്കാൽ മാങ്ങ ഞങ്ങൾ പറിച്ചു. കുറേ കാലം മുമ്പൊക്കെ പറിച്ചു. ഇതുവരെയായിട്ട് മാങ്ങ ഇനി പച്ചമാങ്ങകളുണ്ടായില്ല, പഴുത്തതും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതാണ് നമ്മളെ മരത്തിൽ കണ്ടോ, കുറേ പഴുത്ത മാങ്ങകളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊക്കെ മുകളിലാണ്. ഇപ്പം താഴെയുള്ളതൊക്കെ ഞാൻ പറിച്ചു. അപ്പോൾ ഞാൻ കരുതി കാണിച്ചു തരാമെന്ന്. ഇത്രയാണ് ഗൈസ് ഇന്നും നിലത്ത് വീണ മാങ്ങകൾ, പഴുത്തിട്ട് നിലത്ത് വീണ മാങ്ങകളാണ്. അതൊക്കെ പറഞ്ഞത് ചിലതൊക്കെ പറിച്ചതാണ്, 2 3 പറിച്ചതാണ്. ബാക്കിയെല്ലാം അത് പഴുത്തിട്ട് വീണതാണ്. അതെല്ലാം പഴുത്തത് നെക്കി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതെല്ലാം പഴുത്തതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 6:30 ഉപ്പും മുളകും കാണണം. അതുപോലെ തന്നെ എനിക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ അടുത്ത കണ്ടൻറ്റ് എന്തിടണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് ഇടാമെന്ന് കരുതിയത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ പോലെയല്ല, ഈ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഓണാക്കിയിട്ട് തന്നെ ആയിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി 6:30 ഉപ്പുമുളക് കാണും. അതുപോലെ തന്നെ ഉപ്പുമുളക് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പഠിക്കണം? ഹിന്ദി അക്ഷരമാലകൾ പഠിക്കണം. അതായത് ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി. അപ്പോൾ പുതിയ ടീച്ചറാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ടീച്ചർ എൻ്റെ ചേച്ചീനെ മുമ്പ് പഠിപ്പിച്ചതാണ്. എൻ്റെ ചേച്ചി പറഞ്ഞു എന്താ പഠിച്ചിട്ട് പോവുക, ഫസ്റ്റ് ദിവസം തന്നെ എഴുതിപ്പിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഞാൻ കരുതി അത് പഠിക്കാമെന്ന് കരുതി. ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി. അപ്പോൾ അത് പഠിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ബാക്കി എടുക്കാം. വാഴയ്ക്ക് അവിടെ പോയി ഇൻറ്റേൺഷിപ്പിന് പോയി വന്നുകൊണ്ട് വയ്യ. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ പോവാന്ന് കരുതി. അപ്പം ഗായ്സ് ഞാൻ കറിവേപ്പില പറിച്ചിട്ട് വന്നു. കുറേ കറിവേപ്പില കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വർത്താനം പറയാൻ പോയതാണ്. വർത്താനം പറയില്ല, കളിക്കാൻ പോയതാണ്. ഉണ്ടാക്കിയത് അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് കറിവേപ്പില കാണിച്ച് കറണ്ട് പോയി തോന്നുന്നു ഗൈസ്. ഇത്രയും കറിവേപ്പില നമുക്ക് അവിടെ നിന്ന് കിട്ടി ഗൈസ്. ഞാൻ നേരത്തെ അടാന്നാണ് പറഞ്ഞത്. അടയല്ല, വട്ടയപ്പുണ്ട്, മാങ്ങ കൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല സോഫ്റ്റ്. അപ്പോൾ ഗൈസ് 6:32 ഉപ്പുമുളക് തുടങ്ങാനായി. ഞാൻ ഉപ്പുമുളക് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുമുളകും പരസ്യമായിട്ടും ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ പരസ്യമായിട്ട് കിടക്കുന്നു. ഉപ്പുമുളക് കാണാമെന്നുള്ള ആഗ്രഹം അവിടെ നിർത്തി വെക്കുന്ന കാരണം നല്ലത്. കാരണം ഇതാണ് ടി വിയുടെ അവസ്ഥ. നോ സിഗ്നൽ തന്നെ കാണിക്കുന്നു. അപ്പം ഞാൻ കരുതി വേറെ കുറച്ച് പരിപാടികൾ ഉണ്ട്, അത് ചെയ്യാമെന്ന് കരുതി. ഇത് വരുന്നേ അല്ല, 8 മണിക്ക് ഒരു ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ അത് ഇറങ്ങും. അപ്പോൾ അങ്ങനെ കാണാമെന്ന് കരുതി. അപ്പോൾ ഇപ്പം ഞാൻ മേളത്തെ നിലയ്ക്ക് പോയിട്ട് എനിക്ക് പഠിക്കാനുള്ള പുസ്തകം എടുത്തിട്ട് വരാം. ഒരു ബുക്ക് കാണാനില്ല. ആ ബുക്ക് ഞാൻ അടുത്ത് എറിഞ്ഞോന്നാണ് തോന്നുന്നത്. ഞാനിവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബുക്ക്. അത് ഹിന്ദി അക്ഷരമാല പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബുക്കായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. എന്ത് ചെയ്യും? ഞാൻ ഇത് വാവേനോട് നമുക്ക് ചോദിക്കാം, ഈ ബുക്ക് തരുമോ എഴുതി പഠിക്കാൻ? വാവേ,
ഈ ബുക്ക് തരുമോ എഴുതി പഠിക്കാൻ? തരുമോ? ഗൈസ് ബാബ ഇതിൽ എഴുതി പഠിച്ചോന്ന് പറഞ്ഞു ഹിന്ദി. അപ്പോൾ നമുക്കത് എഴുതി പഠിക്കാം. അപ്പോൾ ഇനി പേന തപ്പി പിടിക്കണം. പേനയും പെൻസിലും നമ്മൾ വാങ്ങിയിട്ട് ഇല്ല, വാങ്ങാൻ ഇനി പോകണം. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ മേശയിലുണ്ടാവും, കാരണം അമ്മ ഇത് എടുത്ത് വച്ചിട്ടുണ്ടാവും. ഇതിലാണ് പേനും പെൻസിലും ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇത് മതി. ഞാൻ പെന്നും കൊണ്ടാണ് എഴുതാറ്. പക്ഷെ ഞാനിപ്പോൾ പെൻസിലെടുത്തു, നല്ല പെൻസിൽ. അപ്പം ഞാനത് കണ്ടപ്പോൾ ഇതാണ്. അപ്പം ഞാൻ ആ പെൻസിൽ എടുത്തു. നമുക്ക് ഹിന്ദി അക്ഷരമാല നോക്കിയിട്ട് ബുക്കിലോട്ട് എഴുതിയെടുക്കണം, എന്നിട്ടത് പഠിക്കണം. യൂട്യൂബിൽ നോക്കിയിട്ട് ഇത് എഴുതിയെടുത്തു. ഇനി നമുക്ക് ഇത് എഴുതി പഠിക്കാം. ഞാനെന്താ ഈ വെക്കേഷനും ഇരുന്ന് ഹിന്ദി പഠിക്കുന്നത് നിങ്ങളെല്ലാവരും കരുതും. എൻ്റെ ചേച്ചിമാരെ പഠിപ്പിച്ച സാറാണ് ഇനി എനിക്ക് പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഹിന്ദി പഠിപ്പിക്കാനായിട്ട് വരുന്നത്. പഴയ ടീച്ചറാണെങ്കിൽ വേറെ സ്കൂളിലേക്കോ റിട്ടയർഡായോ അങ്ങനെ എന്തോ പോയി. അപ്പോൾ എൻ്റെ ചേച്ചിമാർ പറഞ്ഞു ഫസ്റ്റ് ദിവസം തന്നെ ചിലപ്പോൾ എഴുതിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പഠിച്ചിട്ട് പോയിക്കോ. പിന്നെ മാത്രമല്ല ഹിന്ദീൻ്റെ അക്ഷരം ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ഞങ്ങൾ 4ാം ക്ലാസ് മുതലാണ് ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 5ാം ക്ലാസ്സിലായിരിക്കും പ്രോപ്പറായിട്ടൊന്ന് ശരിക്കും വേർഡ്സും അതുപോലത്തെ ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വെക്കേഷനാണ്, ഒരു പണിയുമില്ല, എന്തെങ്കിലും പഠിക്കാൻ കിട്ടിയാൽ മതി എന്നുള്ള തോന്നലാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ കുറച്ച് മടിയും ഉണ്ടെങ്കിൽ ഞാൻ കരുതി എന്തായാലും വെക്കേഷനാണ്, അപ്പോൾ വെറുതെ ഇരിക്കരുത്, അപ്പോൾ അത് പഠിക്കാമെന്ന് കരുതി. ഞാൻ ഹിന്ദി അക്ഷരമാല ആദ്യത്തെ 3 വരി പഠിച്ചു. ഇനി നാളെ ബാക്കി 3 വരി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് 1 വരിയും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ വരി അതിൻ്റെ പിറ്റേന്ന് പഠിക്കും, അല്ലെങ്കിൽ നാളെ തന്നെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തെടുക്കാൻ പോവുകയാണ് ഞാൻ തന്നെ എനിക്ക് അറിയില്ല. ഡയറി എഴുതാണ്ട് കുറച്ച്, ബട്ട് അതെനിക്ക് ഇപ്പോൾ എഴുതാൻ മൂടില്ല. സോ ഞാനിപ്പോൾ വാവയുടെ ഫോൺ കാണാൻ പോകണം. വാവേൻ്റെ ഫോണിലാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളത്. അപ്പം ഞാൻ കരുതി അതിൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് കാണാൻ കുറച്ച് നേരം. ഞാനിതാ ഇവിടെ ഇൻസ്റ്റഗ്രാം കാണുകയാണ്. ഇത് വാവേൻ്റെ ഫോണാണ് കേട്ടോ. ഗൈസ് ഞാൻ ഫോൺ കാണുകയാണ്, അപ്പോൾ ബാക്കി ഫോൺ കണ്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ വാവേൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അമ്മേൻ്റെ ഫോൺ കുറച്ച് നേരം കാണാമെന്ന്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കാണാൻ കുറച്ച് രസം. അപ്പോൾ ഞാൻ അമ്മയുടെ ഫോണും കണ്ടിട്ട് കാണാം. ഗൈസ് ഞാൻ കുറച്ച് നേരം അമ്മയുടെ ഫോൺ കണ്ടു. അതുപോലെ തന്നെ ഞാൻ TV കാണുമായിരുന്നു. TV കാണുന്നത് ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ തേജ് തങ്കുവിൻ്റെ ഫാനാണെന്നും അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഫാനാണെന്നും പറയാനുള്ളൊരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ് നിങ്ങൾ ഇവിടെ തേജ് തങ്കു, അതുപോലെ തന്നെ കുറച്ച് മുമ്പിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ തേജ് തങ്കു ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ തേജ് തങ്കു, അതുപോലെ ഇത് തേജ് തങ്കു. ഞാൻ മണ്ടയിലേക്ക് പോയും തേജ് തങ്കു, എല്ലാത്തിലും തേജ് തങ്കു തേജ് തങ്കു തേജ് തങ്കു. ഇത് വാവയ്ക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്തോ ഗ്ലാമി ഗംഗ എന്നാണ് പേര്. ഗ്ലാമി ഗംഗയുടെ യൂട്യൂബ് ചാനൽ കാണുകയാണ്. സോ ഞാനിനി TV കാണാൻ പോവുകയാണ്. അപ്പോൾ TV കണ്ടിട്ട് കാണാം. അടിപൊളി മോനെ. ഞാൻ TV കണ്ടിട്ടില്ല, ഞാനും പരിചയപ്പെടുത്താൻ. തേജ് തങ്കുവിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് വീഡിയോ കാണുന്നുള്ള സംശയത്തിലാണ് ഞാൻ. കുറേ വീഡിയോസ് ഉണ്ടല്ലോ,
അപ്പോൾ ഏത് വീഡിയോ കാണാം. എനിക്ക് കൂടുതൽ സോളോ ട്രിപ്പ്, അതുപോലെ ട്രിപ്പ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ച് ഇതാണ് ബ്ലൈൻഡ് ടേസ്റ്റിംഗ് ചലഞ്ച്, അങ്ങനെ എന്തോ പറഞ്ഞ ചലഞ്ചാണ്. അപ്പോൾ നമുക്കത് ഇടാം. തങ്കുവിൻ്റെ വീഡിയോ എല്ലാം കാണട്ടെ. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് തേജത്തങ്കുവിൻ്റെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഒരു മാങ്ങേൻ്റെ കഷ്ണം കിട്ടി, അതും ഞാൻ ഇരുന്ന് തിന്നുകൊണ്ട് കണ്ടു. ഈ ഒരു വീഡിയോയിൽ എന്താ വെച്ചാൽ പൂജ ചേച്ചി തേജത്തങ്കൂനും അതുപോലെ തന്നെ തേജത്തങ്കൂൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് കണ്ണ് കെട്ടിയിട്ട് കഴിച്ചിട്ട് ഗസ് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഇരുന്നിട്ട് ഫുള്ളും കണ്ടു. തേജത്തങ്കൂന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് തേജത്തങ്കു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗൈസ്, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ടി വി ഒക്കെ കണ്ടു ഗൈസ്, ബട്ട് ഇപ്പോഴും ടി വി ഓണാണ്. ഇതേ കണ്ടോ, എനിക്ക് സൈഡിൽ കൂടെ തേജത്തങ്കുവിൻ്റെ ഒച്ച കേട്ടടിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. സോ ഞാൻ ഇപ്പം എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് കേട്ടോ തേജത്തങ്കു, വിസ്മയേക്കാൾ എനിക്ക് തേജത്തങ്കുവാണ് കൂടുതൽ ഇഷ്ടം. സോ ഞാൻ കരുതി എൻ്റെ ഈ ഒരു ഐയിലെ ഇത് എങ്ങനെ ചെയ്തു എന്ന് കാണിച്ചിടാം. ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ കണ്ണിലൊരു വാലിട്ട് മാത്രമേ കാണുന്നുള്ളൂ. സോ ഐ തിങ്ക് ഇതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഇവിടെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് കണ്ണൊന്ന് തുടയ്ക്കും, അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യും. ഗൈസ്, ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യാം. കണ്ണ് ഞാൻ തുടച്ചിട്ടുണ്ട്, വാലെഴുതി തുടച്ചിട്ടുണ്ട്. സോ കുറച്ച് താഴ്ന്നു ഇരുന്നിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ക്യാമറ വെച്ചില്ലെങ്കിൽ ക്യാമറ മറന്നു വരും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാനവിടെ ആ സൈഡിൽ കൂടെ തേജത്തങ്കുവിൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ കണ്ടോ, ഇതേപോലെ വാലിട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് മാത്രം ചെയ്യുമ്പോൾ ശരിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവാൻ സാധ്യത. ആൻഡ് നെക്സ്റ്റ് ഇതേപോലെ ബ്രഷ് എടുക്കുക. ശരിയായി ഗൈസ്. അങ്ങനെ ഒരു കണ്ണ് ചെയ്തു. ഇതിപ്പോൾ എന്താ കഥ, ഇതെന്താ സാധനം എന്ന് നിങ്ങൾ കരുതു ഗൈസ്. ഇപ്പോൾ ഞാൻ ഇത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അത്ര ട്രെൻഡിങ് ഒന്നുമില്ല, അതൊരു ഹാക്കാണ്. ഈ ഹാക്ക് ഇപ്പോൾ ചെറിയൊരു ട്രെൻഡിൽ നിൽക്കുകയാണ്. സോ അത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ വരച്ചെടുക്കാം. അതായത് ആ പരത്തിയ സ്ഥലത്തും ആദ്യം ഇങ്ങനെ വരച്ച സ്ഥലത്തും പരത്തി കൊടുക്കാം, വരച്ചു കൊടുക്കാം. അവിടെ വീണ്ടും നമ്മൾ ഇതേപോലെ ആൻഡ് ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയാണ് ചെയ്യേണ്ടതെന്ന് നീ പറയുന്നതെന്ന് നിങ്ങൾ കരുതും. ഇത് വരച്ചതിന് ശേഷം ഈ മണ്ടയുള്ള വര ഇതേപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ലുക്ക് കിട്ടും. ഒരു സ്മോക്കി ഐസൊക്കെ ചെയ്യാൻ വേണ്ടി പാടുപെടുന്നവർക്ക് ഇത് അടിപൊളിയാണ്. സ്മോക്കി ഐസിൽ ഐലൈനർ ചെയ്യുമ്പം അത് അടിപൊളിയാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡിൽ നിൽക്കുന്നതാണ്, അതൊരു ഹാക്കാണ്. അപ്പോൾ ഞാൻ കരുതി വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കരുതി കാണിച്ചു തന്നെയാണ്. വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് കാണിച്ചു തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കി കാണാം, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസിന്. ഞാൻ ഈ കണ്ണ് തുടയ്ക്കാൻ പോവാണ്. ഇത് നല്ലതായിട്ടുണ്ട്, ഇത് കോളായി ഗൈസ്. ആൻഡ് ഇത് വേർത്താണ്.
എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനർ കൊണ്ട് ചെയ്താൽ ഫ്ലോപ്പ് ആവുന്നു. അപ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ളതും കൊണ്ട് ചെയ്യാതിരിക്കുക, ഫ്ലോപ്പായി പോകും. അപ്പോൾ ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ തെജിത്തങ്കൂസ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വീഡിയോ കാണാം. എനിക്ക് തെജിത്തങ്കിൻ്റെ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ വിടണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ചില കോമഡി പറയുമ്പോൾ ഇങ്ങനെ ഓരോ സിനിമയുടെ കട്ട് ഇങ്ങനെ ഇരുന്നതും എനിക്ക് ഇഷ്ടമാണ്. സോ ഞാനിപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി സാധനം കാണിച്ചത്. സോ ആ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇത് ഒരു നെയിൽ സ്ലിപ്പാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ 12 ബുക്കുകളാണ് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 12 ബുക്കിലും ഞാൻ സെയിം ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക. ലിങ്കായിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ ഫോട്ടോ വെച്ചിട്ടും ഇഷ്ടമുള്ള ക്യാരക്ടറിൻ്റെ ഒപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഇത് വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നെയിം സ്ലിപ്പിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറോമി തീമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡോറിമോൻ, ഡോറ, ബുജി, മോട്ടു, പത്ലു, അതുപോലെ ടെഡി ബിയറിൻ്റെ തീം, യൂണിക്കോൺ തീം, അങ്ങനെ ഇഷ്ടമുള്ള തീമുകളെ പറഞ്ഞു കൊടുത്താൽ അവരതേപോലെ ചെയ്യും. കട്ടില കുറച്ച് മെസ്സിയാണ്, അത് നോക്കണ്ട ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പുതിയ ഡ്രസ്സ് എടുത്തു. അതാണ് ഗൈസ് ഈ ഒരു ടോപ്പ്. ഞാനിത് നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ടോപ്പ് ഗൈസ്. അടിപൊളി ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ്സാണ്. ട്രെൻഡ്സിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ 2 വട്ടം അവിടെ പോയിട്ടുള്ളൂ, 2 വട്ടം അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയാണ്. ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അടിപൊളി ക്യൂട്ടായിട്ടുള്ള അടിപൊളി. അതിനിപ്പോൾ നമുക്ക് പാർട്ടി വെയർ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. മോഡേണിൻ്റെ ലോകമാണത്, അങ്ങനെ പറയാം. നമ്മുടെ ജൂഹി, അതായത് ലച്ചു ഉപ്പുമുളകത്തെ ജൂഹി റുസ്താഹി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ജൂഹി എന്ന് പറഞ്ഞത്. ലച്ചു ഉപ്പുമുളകത്ത് ലച്ചു അവിടെ പോയിട്ട് എന്തോ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അത് എടക്കരയിലുള്ള ഒരു ട്രെൻഡ്സാണ്, നിലമ്പൂരിലുള്ള ട്രെൻഡ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടക്കരയിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടുമില്ല. കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല. എൻ്റെ അമ്മയുടെ അവിടെയാണ്. അപ്പോൾ ഞാൻ അമ്മ വീട്ടിൽ പോയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയായില്ല. പല വീഡിയോസിൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ വന്നു. പിന്നെ ആ വീഡിയോ ഞാൻ ഇഗ്നോർ ചെയ്തു. അതായത് ആ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട കരുതി. അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് TV കാണുന്നത്. അപ്പോൾ ഗൈസ് ഇത് ഏതാ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പൂജ ചേച്ചിയുടെ, തേജിത്തങ്കോട് ചേച്ചിയുടെ പൂജയുടെ പെണ്ണ് കാണലാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ആണ്, പെണ്ണ് കാണൽ ഡ്രസ്സ് ഷോപ്പിംഗ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടു പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്ളോഗ് തുടരുന്നതായിരിക്കും. വ്ളോഗ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അമ്മ താഴെ വെറുതിരിക്കുകയാണ്. ഞാൻ എടുത്തില്ല ഗൈസ്. അമ്മേൻ്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കാൻ എടുത്തിട്ട് അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, TV കാണുന്ന ഗൈസ്. ആദ്യമായിട്ട് അമ്മേനെ വീഡിയോയിൽ കാണിക്കാൻ പോവാണ്. ഹായ് പറ. ഹായ് അങ്ങനെയല്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ TV കാണുന്നു. ഈ ഒരു TV-യിൽ എൻ്റെ വീഡിയോ ഗൈസ് ഞാൻ കാണിച്ചു തരാം. മുമ്പിൽ വന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അടിച്ച് നോക്കിയതാണ്. അടിച്ച് നോക്കിയപ്പോൾ മുമ്പേ തന്നെ കിടക്കുന്നുണ്ട് ഗൈസ്.
ഗൈസ് വീണ്ടും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ എന്ത് റൂമാണ് വീട്ടിൽ കാണിച്ചാൽ പോകുന്നത്. അതായത് ഇന്നത്തെ ഈ വീഡിയോക്ക് ഞാൻ കുറേ വട്ടം കണ്ടതായതുകൊണ്ട് അത് ഞാൻ വീണ്ടും കാണുന്നില്ല. ഓക്കെ, ലൈറ്റ് ഇട്ടത് എന്തിനാന്ന് വരെ മറന്നുപോയി. ഞാൻ റിമോട്ട് ഈ റൂമിൽ വെച്ച് അപ്പോൾ അതെടുത്തു. വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന തേജ തങ്കുവിൻ്റെ വീഡിയോ കാണുന്നത്. ഞാൻ കരുതി എന്താ ഈ നമ്മുടെ ഈ ടി വി കാണാതെ നിർത്തിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാൻ കരുതി, പകുതി എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ടി വി ഓഫാക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇപ്പം ഏകദേശം സമയം 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.